അമ്മ ഇറങ്ങാൻ നേരത്തെ എന്താ പറഞ്ഞത്? എൻ്റെ മോനെ ലോകം അംഗീകരിക്കണ കാലം വരുന്നില്ലേ? ഇത്ര പെട്ടെന്ന് ആ കാലം വരുന്നു ഞാൻ വിചാരിച്ചില്ല അമ്മേ. ശബത്ത് കുത്തലടി. ഞാൻ കുത്തും ചേച്ചി, നന്നായിട്ട് കുത്തും. എന്താടാ അടച്ചു കുറെ നേരമായല്ലോ തുടങ്ങിയിട്ട്. ഞാൻ അടച്ചു വെക്കാതെ ഞാൻ തുറന്നു പിടിക്കുള്ളൂ. അമ്മ വേഗം പാലൂർന്ന് നമുക്ക് അത് തീറിപ്പോ. ഓ ശരി ചേച്ചി, എനിക്ക് ദാഹിക്കുന്ന സദ്യയുടെ എഫക്ട് വേഗം വാങ്ങണം. എടാ ഈ സമയത്ത് നിനക്ക് സദ്യ ഇങ്ങനെ കഴിക്കാൻ നാണമുണ്ടോടാ? പിന്നെ അച്ഛൻ്റെ രീതി എൻജോയ് ചെയ്തു, ഞാൻ എന്റെ രീതിയിൽ എൻജോയ് ചെയ്തു. ആ നിന്റെ അച്ഛൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു, അത് ഞങ്ങൾ കണ്ടു. അതെ, ഒന്ന് നിക്കണേ, ഒരാളൂടെ ഉണ്ട്. ആ ബെസ്റ്റ്. എന്റെ പ്രകാശ് ആടല്ലേ പ്രകാശ്, നേരെ നിൽക്കുക, അവര് ശ്രദ്ധിക്കണു. സ്റ്റഡി ആയിട്ട് നല്ല നിറക്ക്. അതെ, ആരും പ്രകാശിനെ വഴക്ക് പറയരുത്. ഒരു ധൈര്യത്തിന് പ്രകാശ് എന്നെ വിളിച്ചോണ്ട് വന്നതാണ്. അല്ല, നിന്റെ ഈ പ്രകാശ് കല്യാണത്തിന് അവിടെ വന്നിട്ട് എന്നാ കാണിച്ചു വെച്ചതെന്ന് എനിക്കറിയുവാ. കള്ളു കുടിച്ച് ഇച്ചിരി ഓവറായി പോയതല്ലേ? ആ കള്ളു കുടിച്ചത് പോട്ടെ, ഞാൻ ക്ഷമിക്കാം. സ്റ്റേജിൽ കയറി നീളത്തിലൊരു പ്രസംഗം അങ്ങ് നടത്തി. അമ്മ, പ്രകാശ് ഏത് കല്യാണ വീട്ടിൽ പോയാലും അങ്ങനെയാണ്. ചെറുക്കനെ പെണ്ണിന് ഒരു ആശംസ കൊടുക്കും സ്റ്റേജിൽ കയറി. ആ എന്നാ അങ്ങനെയല്ല, കുട്ടമ്മാവനെ തെറിയാഭിഷേകം നടത്തിയത്. കുട്ടമാമനെയാ? ആ എന്നിട്ട് കാട്ടുകള്ളം കുട്ടമ്മാവൻ അമ്മേനെ സ്പെഷ്യൽ ആയിട്ട് കല്യാണം പറഞ്ഞില്ല എന്നും പറഞ്ഞു. എന്റെ പ്രകാശ്, അത് മാത്രല്ല ഇനി വരാൻ കിടക്കുള്ള ഹൈലൈറ്റ്. ഇനി എന്താണ്? ചേട്ടനെ കുട്ടമ്മാമ്മയുടെ ശബ്ദത്തില് അമ്മേനെ ഫോൺ വിളിച്ചിട്ട് കല്യാണത്തിന് വരണേന്ന് ക്ഷണിച്ചു. പാവം അമ്മ ഇതൊന്നും അറിയാണ്ട് കല്യാണത്തിന് പോയി. എന്നെ നാണം കെടുത്തിയപ്പോ നിനക്ക് മതിയായില്ലടാ. ഈ ബുദ്ധി ആരാ ഉപദേശിച്ചെന്ന് വെച്ചിട്ടാ? പിന്നെ എന്റെ ചെറിയ ഐഡിയ അമ്മ. പ്രകാശ് കൊള്ളനെ, നീ അല്ലടാ ഇവനെ ചീത്തയാക്കുന്നത്. ഞാനാ? അല്ല, നിങ്ങളുടെ മകനെ കണ്ടുപോയി കുടിച്ചിട്ട് എന്റെ തോളത്ത് ഊങ്ങി വന്നിട്ട് ഞാൻ ചീത്തയാക്കുന്നു. എന്റെ ഉമ്മർത്തങ്ങനെ കണ്ടുപോയ നിന്നെ കഴുത്തെ പിടിച്ച് പുറത്തിറക്കും കേട്ടോ. നീ പോണ്ടില്ലേ, കുടിച്ചവന് നേരെ നിൽക്കാൻ പോലും പറ്റുന്നില്ല. തിരിച്ചു പോകുമ്പോ അങ്ങ് കൊണ്ടുപോ. നിന്നെ ഇനി വീടിന്റെ ഉമ്മർത്ത് കൊണ്ടുപോകരുത് കേട്ടോ. പോടുന്നു പുറകോസവന് കുഴപ്പമുണ്ടാമോ? വേണമെങ്കിൽ ഇങ്ങനെ തന്നെ വേണം. എന്നെ പഠിച്ചില്ല 5 രൂപയുടെ കാര്യം പറഞ്ഞു, ഞാനും പോയി. ഇവിടെ 5 രൂപയുടെ കാര്യത്തിൽ ഞാൻ അവിടെ ചെന്നപ്പോ ഏതോ ഒരു ഗവർണർ ഒപ്പമുള്ള 5 രൂപ നോട്ട് വേണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അങ്ങനെ പറ്റിയത്. ചമ്മിനറിയല്ലോ, എനിക്ക് സന്തോഷമായി. ഇതാണ് എടാ സഞ്ജു, ആ കള്ളൂടിയന്മാരുടെ കൂടെ ഇങ്ങോട്ട് കയറി വരുന്നുണ്ടോ? അതെ വന്നച്ചമ്മേ. വേണക്കുട്ട കള്ളുകുടിയന്മാര്. ഈ സഞ്ജു ചെറുക്കൻ പരീക്ഷണം നടത്തി എന്റെ മാവൊക്കെ പ്ലാവാകുന്ന തോന്നുന്നു. ഈ മിറ്റത്ത് നിറച്ച് കരിയിലേ കിടക്കുന്നു. അയ്യോ അമ്മ, ഞാനിത് രാവിലെ അടിച്ചു വാരിയതാ. എന്നിട്ടാണോ ഈ കാണുന്നതെല്ലാം കിടക്കുന്നത്? കണ്ടോടാ പ്രകാശ, ഇത് കണ്ട തൂത്തിട്ടാണ്ട് ഒരാഴ്ചയായെന്ന് തോന്നുന്നു. അതാ നിന്റെ പെണ്ണുമ്പിള്ളയുടെ കോണം. അതില്ലമ്മേ, ഞാൻ ഇവിടെ മാത്രം തൂക്കാൻ മറന്നുപോയി. ഇവിടെ മാത്രമല്ല, ഈ പെരയ്ക്ക് ചുറ്റും കരിയില. അത് ടെൻഷൻ അടിക്കണ്ടമ്മേ, ഇവിടെ തൂത്ത് വൃത്തിയായിക്കോളും. ഞാൻ ചെയ്യും അമ്മേ, അമ്മ ചെയ്യണ്ട. ആ ചെയ്താ കൊള്ളാം. ഞാനേ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാ. ആ നിങ്ങളുടെ ഈ തൊട്ടും തലോടലൊക്കെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി എന്തോ സഹായത്തിന് വന്നാന്ന്. എനിക്ക് സഹായത്തിന് വേണ്ടിയിട്ടൊന്നും അല്ല. പിന്നെ നമ്മുടെ ഈ വടക്കേ മൂലയ്ക്ക് താമസിക്കുന്ന രമേശനില്ലേ, ആ ഒരു ഭാര്യയും പിള്ളേരും വയസ്സായ ഒരു അമ്മയൊക്കെ ആയിട്ട് താമസിക്കുന്നു. അവന്റെ വീട്ടിലോട്ട് വണ്ടിയൊന്നും പോകത്തില്ലമ്മേ, വഴിയില്ല. അങ്ങനെ സൈക്കിളും കണ്ട പോകുന്ന വഴിയുള്ളെന്ന് തോന്നുന്നു. ഇവിടെ കഷ്ടിച്ചിട്ട് സ്കൂട്ടർ അറ്റം പോവും, അത്രേ ആവുള്ളൂ. ആണോ? അതേന്നേ, ഒന്ന് ആലോചിച്ച് നോക്ക്. പ്രായമായ ഒരു അമ്മ നിൽക്കില്ലേ, ആ അമ്മയ്ക്ക് വല്ല അസുഖം വന്നാൽ പൊക്കിയെടുത്ത് ആശുപത്രി കൊണ്ടോ ഒരു വൃത്തിയില്ല. എടാ തലയ്ക്ക് കണ്ണും കണ്ടുകൂടല്ലോടാ. കണ്ണും കണ്ടുകൂടാ, കിടയും കണ്ടുകൂടാ, ഒന്നും ഇല്ലെന്നേ. എന്നിട്ട് ഇപ്പോഴേ അവൻ ഇതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് ഒരു കാർ മേടിക്കാൻ, ഒരു പഴയ കാർ മേടിക്കാൻ തീരുമാനിച്ചു. എന്റെ കുഞ്ഞ്, കാറൊക്കെ ആ വഴിക്ക് കയറുമോ? നീ എന്തോ പറയുന്നത്? റോഡിലിടണ്ടേ? അത് റോഡിൽ ഇടണം, അതാ വിഷയം. അപ്പൊ അവന്റെ വീട്ടിലോട്ട് കാറ് ചെന്നാലല്ലേ അമ്മയ്ക്ക് എന്തെങ്കിലും അസുഖമൊക്കെ വന്നാൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ആ വടക്കേ അതിർത്തിയിൽ ഒരു ശകലം സ്ഥലം വിട്ടുകൊടുത്താൽ കാറ് സുഖമായിട്ട് അവന്റെ വീട്ടിൽ ചെല്ലും. ഒരു ഉപകാരമല്ലേ അമ്മേ? എന്റെ വസ്തു ഒരു ശകല സ്ഥലം ഞാൻ വിട്ടു കൊടുക്കില്ല ആർക്കും. അമ്മ സൈഡിൽ നിന്ന് കുറച്ചു കൊടുത്താൽ മതി. കുറച്ചും കൊടുക്കില്ല, ഒട്ടും കൊടുക്കില്ല. അമ്മ അത് വെറുതെ വേണ്ട, നമുക്ക് പുറത്തുള്ളതിന്റെ ഇരട്ടി വില മേടിക്കാൻ പറ്റും അവന്റെ ഇന്ന്. ആ കാശ് കണ്ടപ്പോഴത്തേക്ക് അവന്റെ ഒരു ആക്രാന്തം, ഒരു കമന്ന് വീഴലും. അമ്മ ഇതിന് സമ്മതിച്ച 2 കാര്യം. എന്തൊക്കെയാണെന്നറിയാ? ഒന്ന്, അവന്റെ വീട്ടിൽ കാറ് കയറും. രണ്ടാമത്, ആ പൈസക്ക് പ്രകാശേട്ടന് ബിസിനസ്സും ചെയ്യാം. നടക്കില്ല. ഇപ്പം മനസ്സിലായില്ലേ നിങ്ങളെ തള്ളയുടെ മനസ്സിലിരിപ്പ്? നിങ്ങൾ നന്നാകുന്നത് തള്ളക്ക് ഇഷ്ടമല്ല. എന്ത് ചെയ്യാൻ പറ്റും?
ഇപ്പം അമ്മയെ തള്ളേന്നൊക്കെ വിളിച്ചു തുടങ്ങി. നാളെ ഇനി എന്തൊക്കെ വിളിക്കുമെന്ന് ആർക്കറിയാം. ഞാൻ എന്തൊക്കെയാ കേട്ടോണ്ടിരിക്കുന്നതെന്ന് എനിക്കും ദൈവത്തിന് മാത്രം അറിയാം. എടാ പ്രകാശ, ഇവിടെ തള്ളേന്ന് വിളിച്ച നീ കേട്ടല്ലോ. അമ്മ ഇവിടെ എന്തും വിളിക്കും. ഇപ്പൊ എന്നെ വിളിക്കണ എന്താ അറിയോ? ഞാൻ ഇവളുടെ ചെലവിലല്ലേ ജീവിക്കുന്നത്. അതിന്റെ അഹങ്കാരം ഇവിടെ എന്നോട് തീർക്കും. മക്കളൊരു കാര്യം ചെയ്യും, ആ സൈഡിലുള്ള വഴി എഴുതി കൊടുക്കാന്ന് പറ. സത്യം പിന്നല്ലാതെ നീ മുമ്പ് എന്നെ തള്ളേന്ന് വിളിച്ചില്ലേടി? അത് സ്നേഹം കൊണ്ട് വിളിച്ചതല്ല, ചിലപ്പോ മമ്മീന്ന് വിളിക്കും. ഓ, സ്നേഹം കൂടുമ്പോ മമ്മി നിനക്ക് വിളിക്കുവോ? മമ്മീന്നൊക്കെ വിളിക്കും. എന്റെ അമ്മ ചെയ്തൊരു വലിയ പുണ്യ പ്രവൃത്തിയാ. അമ്മ എന്റെ ചക്കര അയ്യോ പൊന്നെ, അയ്യോ എന്താ നീ എന്താടി ഇമ്മോച്ച് തന്നെ? ചുമ്മാ. ആ, ദേഷ്യം വരുമ്പോ പറയുന്നേ ഉള്ളന്നേ, വലിയ കഥയൊന്നും ഇല്ല. പൊട്ടിയാ ഓടിപ്പോട്ടെ, അടി. ആ, അപ്പൊ പോകട്ടെ. ഞാൻ കൊടുക്കും. കൊടുത്തോ, ധൈര്യമായിട്ട് കൊടുത്തോടാ. മാറ്റിക്കളയരുത് ആ, കേട്ടോ. ഇല്ല മക്കളെ, കൊടുത്തോ. എടി പുഷ്പ, അവിടെ ഒക്കെ ഒന്ന് അടിച്ചു വാരിയേക്കണേ. ആ എനിക്കും കഴിയില്ല.